സത്യം പറഞ്ഞാൽ തനിക്ക് ഇത്രയും ജനസമ്മതി ഉണ്ടോ എന്ന കാര്യത്തിൽ കണ്ണു തള്ളിയിരിക്കുകയാണ് സുധാകരൻ. സുധാകരനെ മാറ്റുമെന്ന തീരുമാനം വന്ന അന്നു മുതൽ അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അടുത്ത ഇലക്ഷന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും മത്സരിക്കാൻ സുധാകരനേക്കാൾ യോഗ്യനായ മറ്റൊരു നേതാവ് ഇന്ന് കോൺഗ്രസിലില്ല. നേതൃമാറ്റ ചർച്ചയ്ക്കിടെ KPCC അധ്യക്ഷൻ കെ സുധാകരനെ അനുകൂലിച്ച് ഇന്നും പോസ്റ്ററുകൾ നിരവധി സ്ഥലങ്ങളിലാണ് പതിച്ചിരിക്കുന്നത്. തൃശൂരിലാണ് അവസാനം ഇത് പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. തൃശൂർ കളക്ടറേറ്റ് പരിസരത്താണ് ഈ പോസ്റ്ററുകൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം KPCC ഓഫീസിന് മുന്നിലും സുധാകരനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. KS തുടരണം എന്ന തലക്കെട്ടിലാണ് ബോർഡ്. കെ സുധാകരൻ തുടരട്ടെ, പിണറായി ഭരണം തുലയട്ടെ എന്നാണ് ബോർഡിലെ വാചകം. കോൺഗ്രസിന് ഊർജം പകരാൻ ഊർജ്ജസ്വലതയുള്ള നേതാവെന്നും സുധാകരനെ പിന്തുണച്ച് ഫ്ലെക്സിൽ എഴുതിയിട്ടുണ്ട്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പേരിലാണ് ബോർഡ്. KPCC പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെ എന്ന് ഫ്ലെക്സിൽ പറയുന്നുണ്ട്. യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് തുല്യമാണെന്നും ഫ്ലെക്സിലുണ്ട്. സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. കണ്ണൂർ പയ്യന്നൂരിലും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ജനനായകൻ KS തുടരണം എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത്. KPCC അധ്യക്ഷ പദവിയിലെ അനിശ്ചിതത്വം വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പരിഹാരം കാണുന്നതിൽ സംഘടന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൻ അടക്കം പ്രതിരോധത്തിലായതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി അസാധാരണ നീക്കം നടത്തിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റം വേണോ വേണ്ടയോ എന്നായിരുന്നു സംസാരിച്ച നേതാക്കളോട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. നേതൃമാറ്റത്തിന് പറ്റിയ സമയമല്ലെന്ന് അറിയിച്ച നേതാക്കൾ പരിഗണനയിൽ മുന്നിലുള്ള ആന്റോ ആന്റണിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കൂടി രാഹുലിനെ ധരിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോട് സംസാരിച്ച മുൻ KPCC അധ്യക്ഷന്മാർ ചൂണ്ടിക്കാട്ടിയത് കെ സുധാകരന് പകരം പരിഗണനയിലുള്ള 2 പേരെ കൊണ്ടും KPCC അധ്യക്ഷ പദവി വഹിക്കാനുള്ള ശേഷിയില്ലെന്നാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടുകൂടി KPCCയെയോ UDFനെയോ ചലിപ്പിക്കാനുള്ള കഴിവ് ആന്റോ ആന്റണിക്കും സണ്ണി ജോസഫിനും ഇല്ലെന്ന് നേതാക്കൾ തുറന്നു തന്നെ പറഞ്ഞു. നേതാക്കളോട് സംസാരിച്ച് കൃത്യമായ നിലപാടെടുക്കുന്നതിൽ ദീപദാസ് മുൻഷിയും പരാജയപ്പെട്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. കെ സുധാകരനെതിരായ റിപ്പോർട്ട് പോലും ഗൂഢാലോചനയുടെ ഭാഗമായി തയ്യാറാക്കിയതാണെന്ന് പരാതി സുധാകര പക്ഷം ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നാണ് വിവരം. കടുത്ത അതൃപ്തിയിൽ തുടർന്ന് തുടർ ചർച്ചകൾക്ക് രാഹുൽ ഗാന്ധി ഇതുവരെയും തയ്യാറായിട്ടുമില്ല. രാഹുൽ ഹരിയാന പര്യടനത്തിലാണ്. KC വേണുഗോപാൽ, മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കൾ ജാർഖണ്ഡിലുമായിരുന്നു. പ്രതിഷേധം ഇത്രത്തോളം ഉയർന്നതിനാൽ ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും കാര്യത്തിൽ തുടർ ചർച്ചകൾക്ക് സാധ്യത കുറയുകയാണെന്നാണ് വിവരം. എന്നാൽ ആന്റോ ആന്റണി തന്നെയാണ് ഇപ്പോഴും പരിഗണനയിൽ ഉള്ളതെന്നും എതിർപ്പറിയിച്ച നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് ചർച്ച നടത്തി ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തുമെന്നുമാണ് ആന്റോ അനുകൂലികളുടെ വാദം.